എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആൻസർ AR ഇളംപാർത്തി. AR ഇളംപാർത്തിയാണ് ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ആൻസർ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്കാണ് APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം നേടിയത് ആരാണ്? നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ PK കാളൻ പുരസ്കാരം നേടിയത്. ഓപ്പൺ AI-യുടെ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? ഓപ്പൺ AI-യുടെ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? ആൻസർ ChatGPT 5. ChatGPT 5 ആണ് ഓപ്പൺ AI-യുടെ ഏറ്റവും പുതിയ AI മോഡൽ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ആൻസർ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം. നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം. ആൻസർ IIT പാലക്കാട്. IIT പാലക്കാടാണ് നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. 2025 ലോക സ്കൂൾ ചെസ് കിരീടം നേടിയത് ആരാണ്? 2025 ലോക സ്കൂൾ ചെസ് കിരീടം നേടിയത് ആരാണ്? ആൻസർ വേലമ്മാൾ വിദ്യാലയം ചെന്നൈ. വേലമ്മാൾ വിദ്യാലയത്തിനാണ് 2025 ലോക സ്കൂൾ ചെസ് കിരീടം ലഭിച്ചത്. വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്യാൻ സജ്ജമാകുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്യാൻ സജ്ജമാക്കുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? ആൻസർ INS ഹിമഗിരി. INS ഹിമഗിരിയാണ് വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്യാൻ സജ്ജമാക്കുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പൽ. 2025 വേൾഡ് ഗെയിംസ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? 2025 വേൾഡ് ഗെയിംസ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? ആൻസർ ഋഷഭ് യാദവ്. ഋഷഭ് യാദവാണ് 2025 വേൾഡ് ഗെയിംസ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. SSBയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്തത് ആരെയാണ്? SSBയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ സഞ്ജയ് സിംഗാൾ. സഞ്ജയ് സിംഗാളിനെയാണ് SSBയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്തത്. VSSC ഡയറക്ടറായി നിയമിതനായത് ആരാണ്? VSSC ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ആൻസർ ഡോക്ടർ A രാജരാജൻ. ഡോക്ടർ A രാജരാജനാണ്
VSSC ഡയറക്ടറായി നിയമിതനായത്? ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ്? ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ്? ആൻസർ നീതിന്യായ വകുപ്പ്. നീതിന്യായ വകുപ്പിൻ്റെ സംരംഭമാണ് ന്യായബന്ധു. MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം? MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ആൻസർ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഹൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം. 2025 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഹൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം. ആൻസർ ഓപ്പറേഷൻ അഹൽ. ഓപ്പറേഷൻ അഹലാണ് 2025 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരും അഹൽ വനപ്രദേശത്തെ സുരക്ഷാ സേന ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം. അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ശശി തരൂർ. ശശി തരൂരിൻ്റെ പുസ്തകമാണ് അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്? ആൻസർ ലഡാക്ക്. ലഡാക്കാണ് രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലൻറ്റ് അക്കാദമി നിലവിൽ വന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ തെലങ്കാന. തെലങ്കാനയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം. ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത്? ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത് ആരാണ്? ആൻസർ ശ്രേയ ബിനിൽ. ശ്രേയ ബിനിലാണ് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത്. 2025 ഓഗസ്റ്റിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ഓഗസ്റ്റിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഫ്ലോറിസ് ചുഴലിക്കാറ്റ്. ഫ്ലോറിസ് ചുഴലിക്കാറ്റാണ് 2025 ഓഗസ്റ്റിൽ UK-യിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. 2025 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം? 2025 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ 63. 63ാം സ്ഥാനമാണ് ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം ആരാണ്? ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം ആരാണ്? ആൻസർ രമേശ് ബുദ്ദിഹൽ. രമേശ് ബുദ്ദിഹലാണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം.